ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്തയോടുകൂടി ഇന്ന് ആരംഭിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു എന്നാണ് നാം ഈ ഭാഗങ്ങളിൽ വായിച്ച് കേൾക്കാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് നമ്മൾ വായിച്ചു. ഇവിടെ യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപപരിഹാരത്തിനായിട്ട് മരിച്ച് യേശുക്രിസ്തുവിലുള്ള പാപമോചനം കൃപയാലും സൗജന്യമായും നമുക്ക് ലഭിക്കും എന്നുള്ള വലിയ സത്യമാണ് അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി നാം പണം കൊടുക്കുകയോ ഏതെങ്കിലും പുണ്യപ്രവൃത്തികൾ ചെയ്യുകയോ വേണ്ട. നാം കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പാപപരിഹാരം വിശ്വാസത്താൽ പ്രാപിച്ചാൽ മാത്രം മതി. മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല എന്നുള്ള സത്യം അപ്പോസ്തലനായ പത്രോസ്ലീഹ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മറ്റൊരുത്തിൻ രക്ഷയിലെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ഒഴികെ വേറൊരു നാമവും ഇല്ല രക്ഷയ്ക്കായിട്ട്. അതുകൊണ്ട് മനുഷ്യന് രക്ഷ ആവശ്യമുള്ളുമ്പോൾ സ്വർഗത്തിലൊരു താമസവും ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം യാത്ര ചെയ്യുകയോ അതുപോലെ തന്നെ പുണ്യ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പുണ്യ നദികളിൽ മുങ്ങേണ്ട ആവശ്യമില്ല. കാരണം പാപത്തിൻ്റെ ഫലമായിട്ട് മുഴുവൻ നദികളും കുളങ്ങളും എന്ന് വേണ്ട എല്ലാം പാപത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് പാപത്തിന് പരിഹാരത്തിനുള്ള മാർഗമില്ല എന്ന് ശ്ലീഹന്മാർ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുമായിട്ടും കൃപ പ്രാപിക്കുവാൻ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുത്ത് വരിക എന്നാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അതിവിശുദ്ധനായ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ വന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരുവെഴുത്ത് പഠിക്കുന്ന ഓരോ പഠിതാവിനും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പരിതാപകരമായ സാഹചര്യത്തിൽ മാനവജാതിയെ സ്നേഹിച്ച ദൈവത്തനായ ക്രിസ്തുയേശു മനുഷ്യ അവതാരം എടുത്ത് നമുക്ക് പകരം യാഗമായി പാപപരിഹാരത്തിനായി എന്ത് ചെയ്തു? യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ക്രൂശിൽ കയറുവാനായിട്ടിടയായി. യേശുക്രിസ്തു അങ്ങനെ നമ്മുടെ രക്ഷകനും പിതാവിൻ്റെ മുമ്പാകെ നമ്മുടെ ഏക മധ്യസ്ഥനുമായി തീർന്നു എന്നാണ് നാം തിരുവെഴുത്ത് പഠിക്കുന്നത്. അതുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്തുയേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒന്ന്, അവൻ നമ്മുടെ മധ്യസ്ഥനായിട്ട് സ്വർഗത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ പക്ഷപാതം ചെയ്യുകയാണ്. അവൻ പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ സ്വർഗത്തിൽ. യേശുക്രിസ്തു അവൻ മരണത്തെ ജയിച്ച് ശരീരത്തോടുകൂടി ഉയർത്തുന്നേറ്റ് നമുക്കായി ഇന്നും ജീവിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ യേശു മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ സ്പഷ്ടമാക്കുന്ന അനേക വേദഭാഗങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. റോമർ 8:34. അവൾ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്നാണ് എബ്രായ ലേഖനം 7:25 നമുക്ക് കാണാണ്ട് കഴിയുന്നത്.
പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്ത് ഓർപ്പിക്കുന്ന അടുത്ത കാര്യമാണ് 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. ഈ പുതിയ നിയമം ആകുന്ന ഈ ബൈബിളിൽ മറ്റൊരു മധ്യസ്ഥന്മാരെ ഒന്നും രേഖപ്പെടുത്തിയിരിക്കുന്നില്ല. ഒറ്റ ഒരു മധ്യസ്ഥൻ, അതാരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണ്. എബ്രായലേഖനക്കാരൻ ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ആയിരിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമാണോ, വിശുദ്ധ തിരുവെഴുത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന കാര്യം സർവ്വലോക പാപപരിഹാരകനാണെന്നാണ്. അതിൻ്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ തരുണത്തിൽ ആ ഭേദഭാവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ എന്നാണ് വായിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നിന്ന് വാദിക്കുകയാണ്. ആ കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കൊരു സഹായിയായിട്ട് നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവൻ നമ്മുടെ പിതാവിനോട് വാദിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു തരുന്ന ആ നിലയിലുള്ളൊരു കാര്യസ്ഥനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, എബ്രായലേഖനം പഠിക്കുന്ന വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ 7-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. എബ്രായർ 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അവിടെ എബ്രായ ലേഖനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാനത് ഭാഗം വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകും. നോക്കുക, പക്ഷപാതം ചെയ്യുന്നവൻ. മറ്റൊരു കാര്യം, അങ്ങനെയുള്ള ദൈവമക്കളായി തീർന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാനായിട്ട് പ്രാപ്തനായിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഒറ്റ വ്യക്തിത്വമേ ഉള്ളൂ, ഒറ്റൊരു വ്യക്തിയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു സർവ്വലോക പാപപരിഹാരകനാണ്. എബ്രായലേഖനക്കാരൻ പറയുന്നു അവൻ പുതിയ നിയമത്തിൻ്റെ ഏക മധ്യസ്ഥനാണ്. ഇവിടെ വായിക്കുന്നു എബ്രായലേഖനത്തിൽ പിന്നെയും പറയാണ് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള കർത്താവാണ്. മറ്റൊരു കാര്യം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം മനസാക്ഷി ശുദ്ധീകരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ട് എബ്രായലേഖനക്കാരൻ പിന്നെയും ഓർപ്പിക്കുകയാണ്. എബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുന്നവനാണ്. അപ്പോൾ ആരാധനയ്ക്ക് നിർജീവ പ്രവൃത്തികളുമായിട്ട് യാതൊരു സാധ്യതയുമില്ല. അതിനുള്ളതായ ആവശ്യമില്ല. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികൾ ആരാധനയ്ക്ക് ബോൽബലകമല്ല എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നോക്കണം. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ടാണ് എബ്രായലേഖനക്കാരൻ ഇവിടെ നമുക്ക് ഓർപ്പിക്കുന്നത്. മാത്രമല്ല, ദൈവത്തിന് മനുഷ്യരുടെ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഒറ്റയൊരു മധ്യസ്ഥനെ ഉള്ളെന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസും പറയുന്നത്. പ്രിയപ്പെട്ടവരെ,
മരണം സഹിച്ച പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വിശ്വാസം അർപ്പിച്ച് നിങ്ങളുടെ പാപത്തിന് പരിഹാരവും നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരായി യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് സമാധാനം ലഭിക്കും എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് റോമാക്കാരെ ഓർപ്പിക്കുകയാണ്. ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർപ്പിക്കട്ടെ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ സർവ്വലോകത്തിന്റെ പാപപരിഹാരകനായി തീർന്നിരിക്കുന്നു. പൂർണ്ണമായി നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളവനായിരിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ തക്കണം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന പുതിയ നിയമത്തിന് മധ്യസ്ഥനാകുന്നു. അത് മാത്രമല്ല, മനുഷ്യരുടെയും ദൈവത്തിന്റെ ഇടയിലുള്ളതായ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണം സഹിച്ച പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. അങ്ങനെ ധൈര്യമായിട്ട് ആർക്ക് പറയാൻ സാധിക്കും? അങ്ങനെ ഏതെങ്കിലും ഒരു മധ്യസ്ഥൻ ഈ ഭൂമിയിൽ ഉണ്ടോ? ഇല്ലേ ഇല്ല എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർക്ക് യേശുക്രിസ്തു മൂലമാണ് സമാധാനം ലഭിക്കുന്നത് എന്നുള്ള കാര്യം പൗലോസ് ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, അതിനെൻ്റെ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ എന്ന് വായിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് കൃപയിലേക്കുള്ള പ്രവേശനം. അത് എന്ത് ചെയ്യുന്നു? അതും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. കൃപ ലഭിക്കുക അല്ലെങ്കിൽ കൃപയിലേക്ക് വരിക എന്നുള്ളതിൻ്റെ സോഴ്സ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുന്നു. മാത്രമാണോ നാം തിരുവഴുത്തിൽ വായിക്കുന്നത് കോപത്തിൽ നിന്നും ദൈവക്രോധത്തിൽ നിന്നും ദൈവത്തിൻ്റെ രക്ഷ ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയാകുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയി യാതൊരു നിരപ്പും ദൈവവുമായിട്ട് യാതൊരു സംബന്ധവുമില്ലാത്ത നമ്മെ ദൈവത്തോട് ചേർന്ന് നിരപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ക്രൂശ് മരണത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ 4 സ്റ്റേജുകളെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. നമ്മുടെ നേരത്തെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ 4 സ്റ്റേജുകളെ കുറിച്ച് അവസ്ഥകളെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. റോമർ 5-ന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ബലഹീനരാണ്, പാപം നമ്മെ ബലഹീനതയിലേക്ക് കൊണ്ടുപോയി. മാത്രമാണോ 6-ാം അധ്യായം പിന്നെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. നാം അഭക്തിയിൽ ജീവിച്ചവരായിരുന്നു, അഭക്തരായ നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. ബലഹീനരായപ്പോൾ ക്രിസ്തു മരിച്ചു, അഭക്തനായിരുന്നപ്പോൾ ക്രിസ്തു മരിച്ചു. അതിൻ്റെ റോമാലേഖനം 5-ന്റെ 8-ാമത്തെ വാക്യം, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കർത്താവ് മരിച്ചു. അപ്പോൾ അത് 3-ാമത്തെ സ്റ്റേജാണ്. 4 നമ്മൾ ശത്രുക്കളായിരുന്നു എന്ന് റോമാലേഖനം 5-ന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എന്ന് നമ്മൾ വായിക്കും. അതുകൊണ്ട് നമ്മെ നിരപ്പിച്ച ക്രിസ്തു മാത്രം നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ഈ ക്രൂശ് മരണത്തിലൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ കഴിയുന്നത്. മറ്റ് യാതൊരു മാർഗവും ഇതിന് അവലംബനീയമല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. മാത്രമല്ല, ഇന്ന് ക്രിസ്തു എന്ത് ചെയ്യുന്നു? നാം തിരുവഴുത്തിൽ വായിക്കുന്നുവല്ലോ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ഏക മധ്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണെന്നുള്ളത് കാര്യം നമുക്കൊരിക്കലും മറക്കാവുന്നതല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കാം. മറ്റൊരു മധ്യസ്ഥൻ നമുക്കില്ല. ആ കാര്യം പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് കർത്താവ് വേഗം വരികയാണ്. അതുകൊണ്ട് കർത്താവ് വരുന്നത് നമുക്ക് ഒരു സമ്മാനം തരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാനൊരു സമ്മാനം കൊണ്ടാണ് വരുന്നത്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകുവാനായിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ,
വരയണമേ എന്നാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെയായിരിക്കും. ഇതുവരെയും അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ പ്രിയ സ്നേഹിതരെ, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്കുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. ആ സത്യങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടെ അത് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി പോകുവാൻ ഈ പ്രഭാത ചിന്ത ഇടയാക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.